നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള സിനിമയിൽ പീഡന ആരോപണങ്ങളുടെ പൂക്കാലം. ആരോപണങ്ങളിൽ പ്രിയ താരങ്ങൾ കുടുങ്ങുമോ എന്ന ആശങ്കയിലാണ് വലിയൊരു വിഭാഗം സിനിമാ പ്രേമികൾ. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എന്നിവർ ആരോപണങ്ങളെ തുടർന്ന് സ്ഥാനങ്ങൾ രാജിവെച്ചു കഴിഞ്ഞു. നടന്മാരായ മുകേഷ്, റിയാസ് ഖാൻ എന്നിവർക്കെതിരെ ഇതിനകം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇനി ആരൊക്കെ ഇത്തരം ആരോപണങ്ങളിൽ കുടുങ്ങും, ഏതൊക്കെ ബിംബങ്ങൾ വീണുടയും എന്നുള്ള കാര്യത്തിൽ പൊതുസമൂഹത്തിൽ ചൂടേറിയ ചർച്ചകളും നടക്കുന്നുണ്ട്. സിനിമയിൽ പവർ ഗ്രൂപ്പില്ല, മാഫിയയില്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ മലയാള സിനിമാ മേഖലയെ മൊത്തം സംശയനിഴലിൽ നിർത്തരുത് തുടങ്ങി ഒരുപിടി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പിയ ശേഷം 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപാണ് സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നതും സ്ഥാനം രാജിവെച്ചത്. രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയാണ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ആരോപണം മാധ്യമങ്ങൾ ആഘോഷമാക്കിയപ്പോൾ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് രഞ്ജിത്ത് തടി തപ്പുകയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ താനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. സത്യം തെളിയും എന്നായിരുന്നു രാജിക്ക് പിന്നാലെ രഞ്ജിത്തിന്റെ ആദ്യ പ്രതികരണം. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ശ്രീലേഖ മിത്രക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി കഴിഞ്ഞു. തനിക്കെതിരെയുള്ള ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും യുവതിയെ കണ്ടിട്ടില്ലെന്നും മുകേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2018 മുതൽ മുകേഷിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ച് താൻ വെളിപ്പെടുത്തിയിരുന്നെന്നും ആരും കേട്ട ഭാവം പോലും നടിച്ചില്ലെന്നും കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. TV ഷോയ്ക്ക് എത്തിയപ്പോൾ മുകേഷിൽ നിന്നും മോശം സമീപനം ഉണ്ടായെന്നാണ് ടെസിന്റെ ആരോപണം. സിദ്ദിഖിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് നടി രേവതി സമ്പത്ത് പ്രതികരിച്ചത്. സിദ്ദിഖ് കൊടും ക്രിമിനലാണെന്നും സിനിമയിൽ നിന്നും വിലക്കണമെന്നും മറ്റും രേവതി മാധ്യമങ്ങൾക്ക് മുമ്പാകെ ആവശ്യപ്പെട്ടു. എന്തായാലും കുടത്തിൽ നിന്നും തുറന്നുവിട്ട ഭൂതം എന്ന നിലയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറിക്കഴിഞ്ഞു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. റിപ്പോർട്ട് സാമ്പത്തിക നേട്ടത്തിനും വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനും മറ്റുമായി ഒരു മാർഗമായി കുബുദ്ധികൾ ഉപയോഗിക്കുമോ എന്നുള്ള ആശങ്കകളും ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്.